ശക്തി എന്തായാലും ഒരു ചെറിയൊരു ശക്തിയല്ല. അത്ഭുതങ്ങളിൽ അത്ഭുതം തന്നെയാണ്. അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലാതെ സൃഷ്ടികൾ ഉണ്ടാകുന്നില്ല. അല്ലാത്തതിന് ശൂന്യതയാണല്ലോ. സൃഷ്ടി, സൃഷ്ടാവ്, ഈ രണ്ട് വിഭാഗമാണ് ലോകത്ത് ഉള്ളൂ. മൂന്നാമതായിട്ടെണ്ണാൻ ഇല്ല. സൃഷ്ടാവ്, സൃഷ്ടി. സൃഷ്ടികളുടെ കൂട്ടത്തിൽ എല്ലാം പെടുന്നു. സൃഷ്ടാവിൻ്റെ കൂട്ടത്തിൽ ആരാണോ സൃഷ്ടിച്ച ആ ഒരു ശക്തി, ആ ശക്തി മാത്രം പെടുന്നു. അപ്പോൾ സൃഷ്ടികൾക്ക് പരിമിതിയുണ്ട്. സൃഷ്ടാവിന് സൃഷ്ടികളെ പരിമിതിയില്ലാതെ സൃഷ്ടിച്ച സൃഷ്ടാവിന് പരിമിതികളില്ല. ആ ഒരു സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. പരിമിതികളില്ലാതെ, പോരായ്മകളില്ലാതെ, അത്ഭുതത്തോടുകൂടി അല്ലാതെ നോക്കിക്കാണാൻ പറ്റില്ല. ആ നിലക്കുള്ള സൃഷ്ടിപ്പാണ് ഭൂമിയും ആകാശവും അതിലുള്ളതെല്ലാം. ഇനി അതിനപ്പുറത്ത് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം സൃഷ്ടിപ്പിലുള്ള അത്ഭുതമാണ്. ഇവിടെ മതങ്ങളെല്ലാം അഭിപ്രായ വ്യത്യാസത്തിൽ ഒരാൾക്ക് മറ്റൊരാളെ പറയേണ്ടി വരുന്നത് കൊണ്ട് അല്പം ഒന്ന് മാറ്റിവെച്ചാൽ, ബുദ്ധിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു അത്ഭുതങ്ങൾ സമ്മാനിച്ച ആ ഒരു ശക്തി നൽകിയ അവസരം, ആ നൽകിയ ഇത്രയും നല്ല അവസരങ്ങൾ, അതിന് നമ്മൾ ആ ഒരു ശക്തിയോട് നന്ദി കാണിക്കേണ്ടവരാണ്. ആ ഒരു ശക്തി ഭൂമിയെ നിർമ്മിച്ചു, അതിലുള്ള ഇതെല്ലാം നിർമ്മിച്ചു, നമുക്കിവിടെ അവസരങ്ങളും നൽകി, പലതരത്തിലുള്ള അവസരങ്ങൾ നൽകി. അപ്പോൾ മതങ്ങളിൽ നിന്നതൊക്കെ മാറി നിന്നുകൊണ്ട് ബുദ്ധിപരമായൊന്ന് ചിന്തിച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നന്മ നൽകിയ ശക്തിക്ക് നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള, മനസ്സാക്ഷിയുള്ള, സ്വബോധമുള്ള ആൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതിന് തെളിവാണ് നമ്മളീ കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അതെന്തായാലും നൽകപ്പെട്ടിട്ടുണ്ടല്ലോ, അത് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ.